തുടക്കക്കാർക്ക് മനസ്സിലാകണമെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. ഇന്നിപ്പം ഞാൻ ഇടുമ്പോഴേ നിങ്ങൾ കണ്ടങ്ങ് തയ്ക്കണമെന്നല്ല, നിങ്ങൾ തുണിയെടുത്ത് വെക്കണം. തുണിയെടുത്ത് വെച്ച് മനസ്സൊന്ന് പ്രിപ്പയർ ചെയ്ത് തയ്ക്കാനൊന്ന് പാകത്തിനാക്കിയിട്ട് വീണ്ടും നിങ്ങൾ കണ്ടിട്ട് തയ്ച്ചാൽ മതി. ഏതെങ്കിലും ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ അത് കുറേ ഫോളോ ചെയ്യണം. ഒരുവിധം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഗ്രാഹ്യമുണ്ടായി കഴിഞ്ഞിട്ട് മറ്റു മാറ്റങ്ങൾക്ക് വേണ്ടി മറ്റുള്ളത് നിങ്ങൾ കാണാനായിട്ട് പോകാവൂ കേട്ടോ. എൻ്റെ ചാനൽ കാണണമെന്നൊന്നും ഞാൻ ഒരിക്കലും. സൈറോസിന്റെ കൂട്ടുകാരെ, ഇന്നൊരു പുതിയ ദൗത്യവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നും പുതിയ ദൗത്യമല്ലേ, ചുരിദാർ ചലഞ്ച്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ ഒരു ചുരിദാർ ചലഞ്ച് ചെയ്ത് ഒരുപാട് പേരത് പങ്കെടുക്കുകയും ഒരുപാട് ഒട്ടും അറിയത്തില്ലാത്തവർ തയ്ക്കുകയും ചെയ്തു. അങ്ങനെ സാരി ബ്ലൗസ്, നൈറ്റി, ഇതെല്ലാം നമ്മൾ ചെയ്തു. പല തരത്തിലുള്ള ചുരിദാർ, ഇത് ഹാൾട്ടറിനൊക്കെ ഇത് ഉൾപ്പെടെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ചുരിദാറുകൾ നിങ്ങൾക്ക് വേണ്ടി തയ്ച്ചു തന്നു. നിങ്ങളും തിരിച്ചെനിക്ക് എന്നും സപ്പോർട്ടായിരുന്നു. എനിക്ക് വീണ്ടും മനസ്സിലായി, എന്നും നമ്മുടെ ചാനലിൽ പുതിയ ആൾക്കാർ വരുന്നുണ്ട്. തയ്ക്കണം നല്ല ആഗ്രഹമുള്ള ഒരുപാട് പേര്. അവരുടെ സംശയങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും അവർ തുടക്കക്കാരാണെന്ന്. അങ്ങനെ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം, അതായത് തയ്യൽ അറിയാവുന്ന ഒരാളെയെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. തയ്ക്കാൻ ആഗ്രഹമുള്ള, തയ്ക്കണമെന്ന് ചിന്തയുള്ള തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോയാണ് ഇത് ഞാൻ വന്നിരിക്കുന്നത്. എന്നത്തെയും പോലെ എൻ്റെ ഷോളായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു നൈറ്റി ബിറ്റ്, ഒറ്റ കളറിലുള്ള ഒരു നൈറ്റി ബിറ്റ്. ഇത് നൈറ്റി ബിറ്റ് എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും റീച്ചബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന വിലയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് ഈ നൈറ്റി ബിറ്റ്. 3 മീറ്റർ കാണും, പക്ഷേ വീതി കുറവായിരിക്കും. എങ്കിലും സാരമില്ല. അപ്പം നമുക്ക് ഈ നൈറ്റി ബിറ്റിൽ തന്നെ തയ്ച്ചു തുടങ്ങാം, നൈറ്റി തുണിയിൽ തയ്ച്ചു തുടങ്ങാം. എന്തിനാ അങ്ങനെ പറയാമെന്ന് ചോദിച്ചാൽ, എനിക്കൊന്നൊരു 200 രൂപയിൽ താഴെ, 150-നും 200-നും ഇടയ്ക്ക് നിങ്ങൾക്ക് ഒരു മെറ്റീരിയൽ കിട്ടും. അഥവാ നിങ്ങൾ തയ്ക്കുമ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടായാലും നമുക്ക് വലിയ പൈസയാകത്തില്ല. നല്ല തുണി എടുത്ത് തയ്ക്കുമ്പോൾ നിങ്ങളുടെ ഒരുപാട് പൈസ പോവും. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ വില കുറഞ്ഞ മറ്റ് കോട്ടൺ തുണി എടുത്താണെങ്കിലും നമുക്ക് തയ്ക്കാം. നൈറ്റി ബിറ്റ് എന്ന് പറയുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് ഈ തയ്യലിലും ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്, കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകുകയില്ലേ. എനിക്ക് ഒരു കാര്യം സങ്കടത്തോടെ ഓർമ്മിപ്പിക്കാനുള്ളത്, ആദ്യത്തെ വീഡിയോ എല്ലാവരും കാണും. കഴിഞ്ഞ വർഷം ചുരിദാർ ചലഞ്ചും അങ്ങനെയാണ്. 5.5 ലക്ഷം പേര് കണ്ടു ആ വീഡിയോ. നൈറ്റി ബിറ്റിൽ തന്നെ ഞാൻ തയ്ച്ചത് 5.5 ലക്ഷം പേര്. പക്ഷെ സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേന് അതിൽ കുറവാണ്. കാരണം എനിക്ക് തോന്നുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തതാണോ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല. അപ്പൊ ഇനിയും കാണുന്ന പുതിയ ആൾക്കാർ ഇന്ന് തന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ മക്കളോടോ സഹോദരങ്ങളോടോ അറിയാവുന്ന പിള്ളേരോടോ ചോദിച്ച് അതുകൂടെ ചെയ്താൽ ഞാനിടുന്ന ഏത് വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് നമ്മുടെ മെറ്റീരിയല് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടിയാണെന്നുള്ളത് ഓർക്കണം. അപ്പം അല്ലാത്തൊരു മടുപ്പ് വിചാരിക്കരുത്. ക്ഷമയോടെ നിങ്ങൾ കാണുക, അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകുമോ, അവരെ മാത്രം കാണട്ടെ. അല്ലെങ്കിൽ നമുക്ക് പ്രയോജനം ഉണ്ടാവില്ല, നീണ്ടുപോകും വീഡിയോ എന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് കടയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന 3 മീറ്റർ നൈറ്റി മെറ്റീരിയലാണ് ഇത്. ഇനിയും ചില കാര്യങ്ങൾ, തുണിയുടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വിശദമാക്കി തരാം. ഇത് കണ്ടോ, 2 മടക്കായിട്ട്, കടയിൽ നിന്ന് കിട്ടിയതുപോലെ തന്നെ 2 മടക്കായിട്ടാണ് ഈ തുണി ഇരിക്കുന്നത്. ഇത് കണ്ടോ, 2 മടക്കായിട്ട് ഞാൻ മടക്കിയിട്ടേക്കുക. നമുക്ക് തുണി കടയിൽ നിന്ന് അളന്നു തരുന്നത് ഇവിടം വെച്ചാൽ, ഇത് കണ്ടോ ഇങ്ങനെയാണ്. അപ്പം നമുക്ക് ഇത് എത്ര മീറ്റർ തുണിയുണ്ടെന്ന് നമ്മൾ അളന്ന് നോക്കുന്നത് ടേപ്പ് വെച്ച് ഇതുപോലെയാണ്. ടേപ്പ് വെച്ച് നമ്മൾ ഇങ്ങനെ അളക്കുമ്പോൾ ഇത് കണ്ടോ, ഇത് സെന്റിമീറ്ററും ഈ വലിയ അക്ഷരത്തിൽ കാണുന്ന ഇഞ്ചുമാണ്. ഇപ്പുറത്തെ സെന്റിമീറ്റർ 1, 2, ഈ കട്ടിയുള്ള ഒരു ബാൻഡ് പിടിപ്പിച്ചിട്ടില്ലേ, അവിടെ നിന്നാണ് സെന്റിമീറ്റർ ആരംഭിക്കുന്നത്. 1, 2, 3 എന്ന് പറഞ്ഞു. നമുക്ക് അങ്ങനെ സെന്റിമീറ്റർ അളന്ന് നോക്കിയാൽ ഈ തുണി എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇഞ്ചിലല്ല തുണി അളക്കുന്ന, സെന്റിമീറ്റർ ആണ്. അപ്പം 100 സെന്റിമീറ്റർ 1 മീറ്റർ എന്ന കണക്കിന് ഇത് 145, കൃത്യം 145 എന്ന് പറഞ്ഞാൽ 290. എപ്പോഴും നൈറ്റി ബിറ്റ് 290. റയറായിട്ട് 3 കാണും. 290 ഒരു ആവറേജ് ആൾക്കാർക്ക് വേണ്ട നൈറ്റി ബിറ്റ്. അപ്പം ഇത് 2 മടക്കുണ്ട്. അതുകൊണ്ട് ഇത് എത്ര ഉണ്ട്, 290 ഉണ്ട്. ഇനിയും ഈ
തേര്, ഈ നല്ല ഫിനിഷ്ഡ് ആയിട്ടിരിക്കുന്ന ഈ വശം തേര്, കര എന്ന് ഓരോ പ്രാദേശികമായിട്ട് പലരും പറയും. ഇനി കട്ട് ചെയ്ത് മുറിച്ചു തരുന്ന ഈ ഭാഗം കണ്ടോ, ഇതിനെയാണ് തുണിയുടെ വീതി എന്ന് പറയുന്നത്. ഇത് തുണിയുടെ നീളം, മറന്നു പോകരുത്. ഈ മുറിച്ചു കിട്ടുന്ന ഈ ഭാഗമാണ് തുണിയുടെ വീതി. ഇത്ര മനസ്സിലായില്ലേ? അപ്പോൾ ഈ നൈറ്റി ബിറ്റിനെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. നൈറ്റി ബിറ്റിന്റെ വീതി എന്ന് പറയുന്നത് ഞാൻ നാളെ തന്നെ കാണിച്ചേക്കാം. ഞാനിതെല്ലാം പറഞ്ഞു മടുത്തിട്ടുള്ളതാ, എങ്കിലും ഞാൻ എപ്പോഴും പറയുമല്ലോ, ഏറ്റവും തുടക്കക്കാർക്ക് വേണ്ടി ആയതുകൊണ്ട് എനിക്ക് മടുപ്പൊന്നുമില്ല. ഞാൻ വീണ്ടും കാണിച്ചു തരാം. ഇതിന്റെ വീതി എന്ന് പറയുന്നത് ഇത് കണ്ടോ, കൃത്യം 17 ഇഞ്ചാണ്. 17 34. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ നൈറ്റി ബിറ്റിനും നൈറ്റി മെറ്റീരിയലിനും 34 ഇഞ്ച് അല്ലെങ്കിൽ 17 ഇഞ്ച് വീതിയെ ഉണ്ടാവുകയുള്ളൂ. അത് ഓർക്കുക. അതേസമയം നമ്മൾ അല്ലാതെ റണ്ണിങ് മെറ്റീരിയൽ, ചുരിദാറിന് വേണ്ടി വാങ്ങുന്ന റണ്ണിങ് മെറ്റീരിയലുണ്ട്. ഇതൊക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചേക്കുന്ന, തയ്ക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന റണ്ണിങ് മെറ്റീരിയലാണ്. ഒരു തരം പ്രത്യേക ഇച്ചിരി ഒരു ഒഴുക്കൻ മോഡലിൽ കിടക്കുന്ന ഈ ഷിഫോണല്ല, കോട്ടൻ്റെ മിക്സുള്ള ഒരു മെറ്റീരിയലാണ്. ഇത് 2.5 മീറ്റർ നമ്മൾ നൈറ്റ് തയ്ക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്ന. ഇത് കാണിക്കാം ഞാൻ. ഇത് രണ്ടായിട്ട് ഈ വീതി മടക്കാൻ പോകണേ. വീതിപ്പാട് മടക്കുക, കാണാമല്ലോ. ഇത് കണ്ടോ, രണ്ടായിട്ട് വീതിക്ക് മടക്കിയിട്ട് ഇതിന്റെ ഇഞ്ച് എത്രയുണ്ടോ നമുക്ക് നോക്കാം. ഇത് 22 ഇഞ്ചുണ്ട്. 22 എന്ന് പറയുമ്പോൾ 44. ഇത് എത്ര ഉണ്ട്? 34 ഉള്ളൂ. ഇത് 44 ഉണ്ട്. അപ്പൊ 44 ഇഞ്ച് കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ ചുരിദാറിന് വേണ്ടി മടക്കിയിട്ട് കഴിഞ്ഞ് ഈ വീതി ഭാഗത്ത് നമുക്ക് കൈ എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ചുരിദാർ മെറ്റീരിയൽ എത്ര എടുക്കുന്നത്? 2.5 മീറ്റർ. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് 2.5 ആയിരിക്കും. നമ്മളും ഓടിപ്പോയി കടയിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും 2.5 മീറ്റർ ആയിരിക്കും. ഇനിയും ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാൻ. അത്രയും കാര്യങ്ങളിലേക്ക് ഇനി ഞാൻ ഇപ്പം പോകുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു തരാം. ഇനിയും ഇതേണ്ട, ഇതും ഞാനൊരു ചുരിദാർ തയ്ക്കാൻ വേണ്ടി, ഒരു കോളർ ചുരിദാർ വാങ്ങിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതാണ്. സമയം കിട്ടുന്നില്ല അങ്ങോട്ട്, അതുകൊണ്ട് തയ്ച്ചില്ലെന്നേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതും റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ മേടിച്ചതാണ്. ഇത് എത്ര ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ചുമ്മാ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഷോ ചെയ്യാൻ വേണ്ടി. ഇതും അതെ, ഇത് 22 തികച്ചില്ല, 21.5 ഉള്ളൂ. അപ്പൊ എന്നാൽ 44 45 ആണോ വീതി കൂടിയ തുണി? അല്ല, 50 മേളിൽ 60 വരെ വീതിയുള്ള തുണിയുണ്ട്. 60 വരെ വീതിയുള്ള തുണി കടകളിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ വേറൊരു പ്രത്യേകത ഉണ്ട്. 50 ഇഞ്ചൊക്കെ വീതിയുള്ള തുണിയാണെങ്കിൽ ചില തുണികൾ ഇത് നോക്കിക്കേ നിങ്ങൾ. ഈ ഡിസൈൻ എപ്പോഴും താഴേക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിനെ വിലങ്ങനെ എടുത്താൽ വൃത്തികേടായിരിക്കും. കൊച്ചു പിള്ളേർക്ക് സാരമില്ല, കനം കുറഞ്ഞ കട്ടി കുറക്കും, വണ്ണമില്ലാത്ത പിള്ളേർക്ക് വിലങ്ങനെ നല്ലതാണ്. വണ്ണം ഉള്ളവർക്ക് ഈ ലൈൻ ഇങ്ങനെ കുറുകെ വന്നാൽ വണ്ണം കൂടുതൽ തോന്നിക്കും. അത് ഓർത്തോണം കേട്ടോ, വണ്ണം കൂടുതൽ തോന്നിക്കും. ലൈനായിട്ടാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്ലിം ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ സൈസ് തുണി എത്ര വീതി ഉണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെ തന്നെ തയ്ക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം ഈ തുണി കുറച്ചുകൂടെ വീതി ഉള്ളതാണെങ്കിൽ എങ്ങോട്ടെടുത്താൽ ഈ പ്രിന്റ് സ്യൂട്ടാണ്. ഇത് കണ്ടോ, ഇങ്ങനെയോ അങ്ങനെ ഇങ്ങനെ വെച്ചാലും. അപ്പം ഈ തുണി ഒരു 50 ഇഞ്ച് വീതി ആയിരുന്നെങ്കിൽ നമുക്കൊരു 1.5 മീറ്റർ തുണി കൊണ്ട് അടിപൊളിയായിട്ട് ചുരിദാർ വയ്ക്കാം. 1.5 1.25 കിട്ടിയാൽ മതി. ഇനി അതിന്റെ കണക്കുകളിലേക്ക് കുറച്ചുകൂടി വിശദമായിട്ട് വേറൊരു സമയത്ത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ നീളം പറഞ്ഞു, എന്നിട്ടും കമന്റ് ബോക്സിൽ എത്ര നീളം എത്ര വീതി ചോദിക്കരുത് കേട്ടോ. ആവശ്യമില്ലാത്ത കമന്റ്, ഇതുമായി ബന്ധപ്പെട്ട കമന്റ് മാത്രം ചോദിക്കുക. ആവശ്യമില്ലാത്ത ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്, ഞാൻ ആൻസർ തരത്തില്ല. അപ്പം നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതെങ്ങനെയാണ് നമ്മളിപ്പോൾ മടക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഇത് ഒന്നുകൂടെ നോക്കിക്കേ. ഇത് ആകെയുള്ള തുണിയെ ഒന്നുകൂടെ കാണിക്കാൻ ഞാൻ. ഇത് കണ്ടോ, ഇത് കണ്ടോ, 2 മടക്കായിട്ട് ഇട്ടിരിക്കുക. എങ്ങനെ 2 മടക്കത്ത് ഇട്ടത്? നീളത്തിന്. ഇതല്ലേ നീളം? ഇത് നീളവും ഇത് ഈ കണ്ടിച്ചെടുത്തേക്കുന്ന ഭാഗം വീതി. എന്നിട്ട് നമ്മൾ ഇതിനെ നൈറ്റിക്ക് വേണ്ടി ചുരിദാറിന് വേണ്ടി ഇങ്ങനെ മടക്കും. എന്തിനാ ഇങ്ങനെ മടക്കുന്നത്? 4 പീസാണ്. ഫ്രണ്ട് മടക്കിയെടുക്കുമ്പോൾ 2, ബാക്കും മടക്കിയെടുക്കുമ്പോൾ 2, അങ്ങനെ 4 പീസായിട്ടാണ് നമ്മൾ ഇതിനെ കണക്ക് കൂട്ടി കാൽക്കുലേഷൻ നടത്തുന്നത്. അങ്ങനെ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ നോക്കിക്കേ, ഈ വീതിപ്പാട് ഇങ്ങനെ മടക്കുക. അപ്പൊ എത്ര തുണി ഉണ്ടെന്ന് നോക്കിക്കേ. 1 2 3 4 തുണിയുണ്ട്. ഇനി എത്ര വീതിയിൽ മടക്കണം? മുഴുവൻ വീതിയിൽ അങ്ങോട്ട് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് അങ്ങ് ചെയ്യാവോ? ചെയ്യാം. ഇത് 3 മീറ്റർ ഉള്ളത് കൊണ്ട് നമുക്ക് കൈ കിട്ടും, എക്സ്ട്രാ തുണിയുടെ കൈ കിട്ടും. അല്ലെങ്കിൽ കിട്ടും 2.5 മീറ്റർ തുണി ഉള്ളെങ്കിൽ ഫുൾ മടക്കിയിട്ട് എടുത്താൽ നമുക്ക് കൈ ഇവിടെ നിന്ന് വേണ്ട, ലുബ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഇവിടെ നിന്നാണ് നമുക്ക് കൈയുടെ അളവ് തുണി കിട്ടേണ്ടത്. അതിനുവേണ്ടി ഇവിടെയും നമുക്ക് ലുബ്ധിക്കാം.
എന്തിനാ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് കഴുത്തിൽ പടി വെക്കാൻ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ വർക്കിന് എന്തെങ്കിലും വേണമെങ്കിൽ ക്യാൻവാസ് വെക്കാനൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അതിനു വേണ്ടി നിങ്ങൾ നോക്കിയിരുന്നോണേ ഞാൻ ഇങ്ങനെ കാണിക്കുക. അപ്പം ഈ തുണിയെ നീളത്തിൽ രണ്ടായിട്ട് മടക്കിയിട്ട് വീതിയിൽ മടക്കുമ്പോൾ എത്ര അളവ് മടക്കണം? ഇതാണ് അടുത്ത ചോദ്യം. ഏതൊക്കെ അളവുകളാണ് നമുക്ക് ചുരിദാറിന്റെ മെഷർമെന്റിന് വേണ്ടി വേണ്ടത്? അതുകൂടെ ഞാനൊന്ന് അടയാളപ്പെടുത്തി കാണിക്കാവേ. ഏറ്റവും അത്യന്താപേക്ഷിതമായ മെഷർമെന്റ് കൂടെ പറഞ്ഞുവിടാം. മെഷർമെന്റും ഞാൻ ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും പുതിയവരെ ഉദ്ദേശിച്ചാണ്. വളരെ പെട്ടെന്ന് ഞാൻ പറയുകയും അതിവിടെ എഴുതി കാണിക്കുകയും ചെയ്യാം. നമുക്ക് ആദ്യം വേണ്ടത് ചെസ്റ്റാണ്. ഇതെല്ലാം ബോഡിയിൽ നിന്ന് എടുക്കുന്ന മെഷർമെന്റ് ആണ് ചെസ്റ്റ്. നോക്കിക്കോണേ, ഇങ്ങനെ നമ്മുടെ കഷത്തിന്റെ ഇതിലൂടെ കയറ്റി നമ്മുടെ ബ്രസ്റ്റിന്റെ മുകളിലൂടെ നമ്മൾ വലിച്ചു മുറുകൊന്നും വേണ്ട. തള്ളവരൽ നമുക്ക് കൈക്കകത്തിട്ട് നമുക്കെടുക്കണം. 37.5 38 എടുക്കാം. ഇച്ചിരി ലൂസായിട്ടേക്കുന്നേ 38. വലിച്ചു മുറുകൊന്നും വേണ്ട കേട്ടോ. 38 ഇഞ്ചാണ് എനിക്ക് ചെസ്റ്റ്. അപ്പൊ എടുത്തത് എങ്ങനെയാണെന്ന് പിടികെട്ടിയുള്ളത് നിങ്ങൾക്ക് 38. ഇനി നമുക്ക് ബസ്റ്റ് അളവ് നിർബന്ധമില്ല, എങ്കിലും ഞാൻ എടുത്തു വെച്ചേക്കാം. ഇതിന്റെ ആവശ്യവും വരും. ഇന്നത്തെ വീഡിയോയിൽ ഇത് കാണിക്കത്തില്ല, ഇനി മുന്നോട്ടുള്ള വീഡിയോയിൽ കാണിക്കും. നേരെ മുകളിൽ ബ്രസ്റ്റിന്റെ മുകളിലൂടെ 30 പോലെ തന്നെ വലിച്ചു മുറുക്കി നോക്കണ്ട. നമുക്ക് 40 ഇഞ്ച്, 40 ഇല്ല 39 വരുന്നുള്ളൂ, എങ്കിലും അതിനെ വിളിക്കുന്നവര് ബസ്റ്റ് എന്നാണേ. അപ്പൊ അത് എത്ര ഉണ്ട്? 40 ഇഞ്ച്. ഇനി നമ്മുടെ ഷേപ്പ് എല്ലാ മനുഷ്യന്റെ ഇവിടെ ഇടയ്ക്ക് ഒരു ഇച്ചിരി ഒതുങ്ങിയിട്ടില്ലേ, ആ ഒതുങ്ങിയ അളവിനെയാണ് നമ്മൾ വേസ്റ്റ് അല്ലെങ്കിൽ ഷേപ്പ് എന്നൊക്കെ പറയും. വേസ്റ്റ് കേട്ടോ, വേസ്റ്റ് അളവ് നമുക്ക് നോക്കാം. സാരി ബ്ലൗസിനാണെങ്കിൽ നല്ലപോലെ മുറുക്കിയെടുക്കണം. ചുരിദാറിന് വേണ്ട, ഒരു മീഡിയം ഒരു ഇച്ചിരി അയവൊക്കെ കൊടുത്ത് തന്നെ നമുക്ക് ചുരിദാറിന്റെ അളവ് നോക്കാം. ഇവിടെയായിട്ട് നമുക്ക് നോക്കാം. നമുക്കത് 34 എനിക്ക് വന്നിരിക്കുന്നത്. എന്താണ് അതിനെ വിളിക്കുന്നവരെ? വേസ്റ്റ് 34. ഇനി നമുക്ക് പ്രധാനപ്പെട്ടത് ഹിപ്പ്, അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ സ്ലിറ്റ് ഇടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ. അല്ലെങ്കിൽ എല്ലാവർക്കും സ്ലിറ്റ് ഇടുന്ന പ്ലേസ് ഇത് തന്നെയാണ്. നമ്മുടെ പുക്കിളിന് നേരെ താഴെ, കറക്റ്റ് പുക്കിളി പിടിക്കരുത്, പുക്കിളിന്റെ തൊട്ട് താഴെയായിട്ട് വരുന്ന നമുക്ക് ഏറ്റവും ഹിപ്പ് ഉണ്ടെന്ന് തോന്നിക്കുന്ന ആ ഭാഗം നമ്മൾ ഇതുപോലെ എടുക്കുന്നു. നോക്കിയപ്പോൾ എനിക്ക് അതും 40 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. അതിന് നമുക്ക് ഹിപ്പ് എന്ന് കുറിക്കാം. ഹിപ്പ് 40 ഇഞ്ച്. ഇനിയും പ്രധാനപ്പെട്ട ഒരളവും കൂടെ ഉണ്ട്, നമ്മുടെ ഷോൾഡർ അളക്കാനായിട്ട്. ഈ രണ്ട് നമ്മുടെ നല്ലൊരു ചുരിദാർ എടുത്തിട്ടാൽ അതിന്റെ തയ്യൽ എവിടെ വന്നിരിക്കുന്നു? നല്ല ചുരിദാർ പറഞ്ഞാൽ ഫിറ്റ് ആയിട്ടുള്ളത്, കഴുത്ത് ലൂസോ അല്ലെങ്കിൽ ഷോൾഡർ ലൂസോ ഒന്നും അല്ലാത്ത നല്ലൊരു ചുരിദാർ ഇട്ടിട്ട് അതിന്റെ ആ തയ്യലിൽ തൊട്ട് നോക്കുക. അതല്ല എങ്കിൽ ഇവിടുത്തെ ഈ ബോണും തമ്മിലുള്ള അകലമാണ്. അത് ഇങ്ങനെ വേണം പിടിക്കാൻ. ഇത് കേട്ടോ, ഇങ്ങനെ നിങ്ങൾ ഒരു 2 പേര് നിങ്ങളുടെ കൈ കൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കി നിങ്ങൾക്ക് അത് ആ മെഷർമെന്റ് പിടിക്കാം. കറക്റ്റായിട്ട് വരുന്ന പ്ലേസ് നോക്കി നിങ്ങൾക്ക് പിടിക്കാം. എനിക്കത് 16 പ്രോപ്പർ ഇല്ല, ഞാൻ 16 എടുക്കുകയാണേ. എന്താണ് ഷോൾഡർ 16 ഇഞ്ച്. ബാക്കിയൊക്കെ പിന്നെ നമ്മുടെ കൈയുടെ അടിവണ്ണം ഇങ്ങനത്തെ ഉള്ളതാണ്. അത് ബ്ലൗസ് നമ്മുടെ സ്ലീവ് നമ്മൾ എത്ര ഇറക്കുന്നുണ്ടെന്ന് നോക്കിയാ. ഇത്രയും താത്താണെങ്കിൽ നമുക്ക് അടിയിലത്തെ എടുക്കാം. അത് 11 വന്നിട്ടുണ്ട്. ഇനി ഇപ്പൊ ഈ നൈറ്റിയുടെ ഇതുകൊണ്ട് തയ്ക്കുന്നതിന് ഞാൻ അത്രയും കൈയിറക്കം എടുക്കത്തില്ല, ഞാൻ ഇത്രയും എടുക്കത്തുള്ളൂ. അപ്പൊ എനിക്ക് വന്നിരിക്കുന്നത് 12 ഇഞ്ചാണ്. അപ്പൊ സ്ലീവിന്റെ അടിവണ്ണം 12 ഇത്രയും. പിന്നെ നമുക്ക് വേണ്ട ഇറക്കം നമുക്ക് തന്നെ നോക്കാം. ഇങ്ങനെ നമ്മുടെ ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നേരെ താഴേക്ക് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ നമ്മൾ ഇട്ടിരിക്കുന്ന ചുരിദാറിന്റെ ഇറക്കമാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ തന്നെ നോക്കാം. അല്ലെ ചുരിദാറിൽ നിന്ന് വേണേൽ നമുക്ക് മെഷർമെന്റ് എടുക്കാം. ഞാൻ എപ്പോഴും ഇച്ചിരി കൂടുതൽ എടുക്കുന്നയാളാണ്. എനിക്ക് 46 ഇഞ്ച് ഇറക്കം വേണം, 46. അപ്പോൾ അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ കൂട്ടി 48 ഞാൻ. കാരണം തയ്യൽ തുമ്പ് പോകണം, മടക്കി അടിക്കണം, അതുകൊണ്ട് ഞാൻ 2 ഇഞ്ച് കൂടുതലെടുക്കും. അപ്പോൾ ചുരിദാറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ എത്രയാണ്? 48 ഇഞ്ചാണ് ഞാൻ ഇറക്കം എടുക്കുന്നത്. അവനവനൊരു ഡ്രസ്സ് നന്നായിട്ട് തയ്ച്ചിടുക. നമ്മൾ ഈ പറഞ്ഞ കണക്കൊക്കെ പറഞ്ഞ് തയ്ക്കുമ്പോഴും ഒരു 50 പേരെ, ഒരേ 38 ചെസ്റ്റുള്ള 50 പേരെ എടുത്താൽ 50 ഡിഫറൻ്റ് ആയിരിക്കും, വ്യത്യാസമുള്ളവരാണ്. ചിലരുടെ ഇവിടെ നല്ല നിവർന്നതായിരിക്കും, ചിലരുടെ ഒത്തിരി താഴേക്ക് താന്നതായിരിക്കും, ചിലർക്ക് 38 ചെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഷോൾഡറിൻ്റെ ഇവിടെ ഒതുങ്ങിയതായിരിക്കും, കൈവണ്ണം കൂടുതലുള്ളവരായിരിക്കും, കൈവണ്ണം കുറവുള്ളവരായിരിക്കും. അങ്ങനെയൊക്കെ
ഒത്തിരി പ്രത്യേകമായ മനുഷ്യരുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് ഡ്രസ്സ് തയ്ക്കുമ്പോൾ ഫിറ്റ് ആകണം നിർബന്ധമില്ല. നമ്മൾ ഒന്ന് തയ്ച്ച് കഴിയുമ്പോൾ നമുക്കറിയാം എന്താണ് അവിടെ വന്നേക്കുന്ന മിസ്റ്റേക്ക് നോക്കി നമ്മൾ തിരുത്ത് കഴിയുന്നത്. അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു ചുരിദാർ വൃത്തിയായിട്ട് തയ്ക്കാം. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഒന്ന് തയ്ച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ തുടങ്ങാൻ പോവാം. അപ്പം നമുക്ക് ഈ മെഷർമെൻ്റ് എല്ലാം വെച്ചാണ് ഞാൻ കണക്കില്ലാതെ ഒരു കാര്യവുമില്ല. അയ്യോ കണക്ക് പറഞ്ഞേ, അളവ് പറഞ്ഞേ, കണക്കാണേന്ന് പറഞ്ഞ് കണക്കില്ലാതെ ജീവിക്കാൻ പറ്റുമോ? രാവിലെ ചോറ് വെക്കണം, നിങ്ങൾക്ക് കണക്കില്ലേ? വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ച് അല്ലെ വരാൻ പോകുന്ന എത്ര പേര് വരുന്നതനുസരിച്ച് കണക്കില്ലേ? ആ കണക്കെങ്ങനെയാണ് നിങ്ങൾ യൂസ് ടു ആയത്? എങ്ങനെയാണ് ചെയ്തല്ലേ? അതുപോലെ ഇതും ഏത് കാര്യത്തിനും കണക്കുണ്ട്. വൃത്തിയായിട്ട് തയ്ക്കണോ അതിൻ്റെ മെഷർമെൻ്റ് ഉണ്ട്. അങ്ങനെ കണക്ക് പാടാന്ന് പറയുന്ന കാര്യമില്ല. ഞാൻ ഈ വലിയ കണക്കുകളൊന്നും അല്ല പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിലെ കണക്കും പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ തുണി എത്ര ഇഞ്ച് ഇങ്ങോട്ട് മടക്കണം അത് എന്തിനെ ആശ്രയിച്ചിരിക്കും? ഞാൻ നമ്മുടെ ഹിപ്പ് വണ്ണം എടുത്തില്ലേ, എത്രയായിരുന്നു ഹിപ്പ് എടുത്തത്? 40. കൂടെ ഒരു 2 ഇഞ്ചും കൂടെ കൂട്ടിക്ക് 42. 42ന്റെ 4 എത്ര? 10 അല്ലേ? 42ന്റെ 4 10. 10യുടെ കൂടെ ഒരു 1.5 ഇഞ്ച് കൂടെ കൂട്ടിക്ക്. 10 1 11 വരെ 12. അപ്പോൾ മാക്സിമം നമുക്ക് ഇതിന്റെ വിഡ്ത് എത്ര എടുത്താൽ മതി? 12 ഇഞ്ച് എടുത്താൽ മതി. ഇനി അടിയിൽ നമ്മുടെ ഈ ചുരിദാറിന്റെ അടിവണ്ണമില്ലേ, ചുരിദാറിന്റെ അടി, ഈ വിഡ്ത് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ അത് 13 ആക്കി എടുക്കാം. മാക്സിമം 13 എടുക്കാം. അല്ലെങ്കിൽ എത്ര എടുത്താൽ മതി? 12.5 ഇഞ്ച് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ആ അളവിൽ കൃത്യമായിട്ട് നോക്കിയിട്ട് ഈ തുണിയെ മടക്കാൻ പോവാണേ. കണ്ടല്ലോ, ഞാൻ പറഞ്ഞതുപോലെ താഴേന്നാണ് നമ്മൾ അളവെടുത്ത് തുടങ്ങുന്നത്. 13 ഇഞ്ചിൽ മടക്കിയിട്ടു. ഈ കിടക്കുന്നിടത്തും നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അതിനുവേണ്ടി നമ്മൾ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, റെഡി ലെങ്ത് എന്ന് പറയുന്നത് എനിക്ക് മൊത്തം 48 വേണം കേട്ടല്ലോ. 46 അതിൻ്റെ കൂടെ 2 കൂടെ എടുത്ത് 48 ഇഞ്ചിൽ നമ്മൾ ഇവിടെ നീളം എടുക്കുന്നു. 48 ഇഞ്ചിൽ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ വര. അപ്പം ഞാനിനിയും ഇവിടെയാ മെഷർമെൻ്റ് ആരംഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഞാൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് കാണിക്കാം. സ്വസ്ഥമായിട്ട് പറഞ്ഞു തരാൻ തുടങ്ങുവാണേ. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, നല്ലപോലെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ എഴുതിയെടുത്ത അളവുകളൊക്കെ ഉണ്ട്. ഇങ്ങോട്ടാണ് നമ്മുടെ കൈ എടുക്കാനുള്ള ബാക്കി തുണി. ഇത്രേ ഉള്ളൂ നമുക്ക്, ഇത് കൂടുതലൊന്നുമില്ല. ഇത്രയും മിച്ചം തുണിയാൽ നമ്മൾ കൈ എടുക്കും കേട്ടോ. അപ്പം ഞാൻ അളവുകൾ തുടങ്ങാൻ പോവാം. ആദ്യമേ ഇപ്പം ഈ 4 പീസാണ് യഥാർത്ഥത്തിൽ. 4 എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇത് രണ്ടും നമ്മളുടെ ചുരിദാറിൻ്റെ സ്ട്രക്ചർ ഒക്കെ നിയന്ത്രിക്കുന്ന ഈ 4 പീസിലാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം, കഴുത്തിൻ്റെ വണ്ണം, ഇതൊക്കെയാണ്. ഇത് ആർക്ക് വേണ്ടിയാണ് തയ്ക്കുന്നത്? എനിക്ക് വേണ്ടിയാണ്. അപ്പം ഏതേണ്ട ഒരു വലിപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ. അത്ര ചെറിയ ആളൊന്നുമല്ല, വലിയ വണ്ണത്തടി തൊട്ട് ഇല്ല തന്നെ. എന്നാൽ ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, ആവറേജ് കൂടുതൽ എനിക്ക് സൈസുള്ള ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി വ്യതിയാനങ്ങൾ, മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. എനിക്കെല്ലാം ചാർട്ട് വെച്ച് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളും ഒരു ഊഹമൊക്കെ കണ്ട് ആദ്യം ഒന്ന് തയ്ക്കുക. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായാലേ പഠിക്കൂ. എന്തെങ്കിലും ഉണ്ടാവും. ആദ്യം തയ്ക്കുമ്പോൾ കഴുത്തിനൊക്കെ ചെറിയ ചില പ്രശ്നങ്ങൾ, അല്ലാതെ ഇടാൻ കൊള്ളത്തില്ലാത്ത പോലെ ഒന്നും വരുമൊന്നുമില്ല. അപ്പം ഞാനങ്ങ് തുടങ്ങുവാണ്. അപ്പോൾ കഴുത്തിൻ്റെ അകലം ഒരു 34 ചെസ്റ്റ് സൈസ് മുതൽ 34 മുതൽ 42 ചെസ്റ്റ് സൈസ് വരെ ഉള്ളവർക്ക് 3 ഇഞ്ച് എടുത്താൽ ഒരു കുറ്റവും വരത്തില്ല. 3 ഇഞ്ച് എടുക്കാം ചുരിദാറിന്. മനസ്സിലായല്ലോ? അപ്പം ഒരു 30 മുതൽ 34 വരെയുള്ളവർ ഒരു 2.25 2.5 എടുക്കാവൂ. അത് ഓർത്തിരിക്കുക. 42 മേളിലേക്ക് ഒരു 50 വരെയുള്ളവർ ധൈര്യമായിട്ട് 3.5 3.25 എടുത്തു. ആ പറയുന്ന അളവുകൾ മനസ്സിലാകുന്നുണ്ടോ? ഇതൊന്നും കൃത്യമല്ല, എന്നാൽ പ്രശ്നങ്ങളില്ലാത്ത, തരക്കേടില്ലാത്ത ഒരു അളവാണ്. അപ്പം ഞാൻ എത്ര എടുക്കാൻ പറഞ്ഞേക്കുന്നത്? 3. ഇവിടെയും ചില പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ട്. തുടക്കക്കാരാണേ, മറ്റാരും ഒന്നും ഇതിൻ്റെ ചോദ്യം ചോദിക്കാൻ വന്നേക്കല്ലേ. ഇതിന് പ്രശ്നമുണ്ട്. 3 എടുക്കാൻ പറയുമ്പോൾ കഴുത്ത് പലതരത്തിൽ തയ്ക്കാം. നിങ്ങൾക്ക് അറിയാവോന്ന് അറിയത്തില്ല. തുടക്കക്കാരാണേ അറിയാവുന്ന അറിയത്തില്ല. നമ്മൾ വേറൊരു തുണി അതിലോട്ട് വെച്ചിട്ട് അടിച്ചിട്ട് മറിക്കുന്നൊരു പണിയുണ്ട്, അതേ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട്. അപ്പോൾ 3 എടുത്താൽ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുന്നവരാണെങ്കിൽ 1/2 ഇഞ്ച് പോവും.
ക്യാൻവാസ് വെച്ച് തയ്ക്കാനാണ് പ്ലാൻ എങ്കിൽ ആദ്യ തുടക്കക്കാർക്ക് ക്യാൻവാസ് വെച്ച് തയ്ക്കാൻ പാടാണ്. അപ്പോൾ അങ്ങനെ പ്ലാൻ ഉള്ളവരുണ്ടെങ്കിൽ 3 കഴുത്തെടുത്താൽ കറക്റ്റ് 3 ആയിരിക്കും. ഞാൻ 3 ഇപ്പോൾ എടുത്താൽ തുണി വെച്ച് തയ്ക്കാനാണ്. അപ്പോൾ എത്രയായിട്ട് മാറും എൻ്റെ കഴുത്ത്? 3.25 മാറും. അത് വെച്ചാണ് ഞാൻ തയ്ക്കുന്നത്, ഓർത്തോണേ. അപ്പം നമ്മൾ നമ്മുടെ മെഷർമെൻറ്റ്സ് ആരംഭിക്കുന്നു. ഇത് വലിച്ചു നീട്ടുകയാണെന്നോ ഒന്നും പറയില്ല. എനിക്ക് വലിച്ചു നീട്ടാൻ ഇഷ്ടമില്ല, വലിച്ചു നീട്ടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ തുടക്കക്കാർക്ക് മനസ്സിലാകണമെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. ഇന്നിപ്പം ഞാൻ ഇടുമ്പോഴേ നിങ്ങൾ കണ്ടങ്ങ് തയ്ക്കണമെന്നല്ല, നിങ്ങൾ തുണിയെടുത്ത് വെക്കണം. തുണിയെടുത്ത് വെച്ച് മനസ്സൊന്ന് പ്രിപ്പയർ ചെയ്ത് തയ്ക്കാനൊന്ന് പാകത്തിനാക്കിയിട്ട് വീണ്ടും നിങ്ങൾ കണ്ടിട്ട് തയ്ച്ചാൽ മതി. അപ്പോൾ എത്ര എടുക്കും നോക്കിക്കേ. ഞാൻ എടുക്കുന്നത് എത്രയാണ്? കറക്റ്റ് 3. എന്തുകൊണ്ടാണ് 3 എടുത്തത്? ഇനിയും തയ്ക്കുമ്പോൾ എൻ്റെ തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് എനിക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമുക്ക് ഇതാ തെളിയുന്ന ശരിക്കും. അപ്പോൾ എത്രയിൽ ഞാൻ അടയാളപ്പെടുത്തി? കറക്റ്റ് 3-ൽ ഞാൻ വരച്ചു. ഇനിയും ഇത് ഈ കഴുത്ത് വരച്ചത് ബാക്കിനും ഫ്രണ്ടിനും ഒന്നിച്ചാണ്. ഇനി ഇറക്കം, അതും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചുരിദാറിന് ചിലർക്ക് നല്ല കഴുത്തിറക്കം വേണം, ചിലർക്ക് മീഡിയം കഴുത്ത് മതി. മീഡിയം കഴുത്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. മീഡിയം കഴുത്ത് 34 മുതൽ 40 വരെയുള്ളവർക്ക് 6 ഇഞ്ച് എടുത്താൽ യാതൊരു പ്രോബ്ലവും ഇല്ല. തയ്യൽ തുമ്പ് വിട്ടല്ല ഞാനൊരു കണക്കും പറയുന്നത് ഇവിടെ. അതുകൊണ്ട് മൊത്തത്തിലുള്ള അളവാണ് ഞാൻ എത്ര പറഞ്ഞത്? 6 മതി. എനിക്ക് 6 എടുത്താൽ സത്യം പറയാം എൻ്റെ കഴുത്ത് ഇടുങ്ങിയിരിക്കും, കയറിയിരിക്കും. ഞാൻ എത്ര എടുക്കും? 6.5 എടുക്കും. അപ്പം 40 ചെസ്റ്റ് അളവ്, 38 ചെസ്റ്റ് അളവുള്ള 40 ചെസ്റ്റ് അളവുള്ളവർക്ക് 6 എടുത്താൽ ഒട്ടും കഴുത്ത് കൂടുതലല്ല കേട്ടോ. 42 ഉള്ളവരൊക്കെ 6-യും 7-ഉം ഉറപ്പായിട്ടും എടുക്കാം. 34-ൽ താഴെയുള്ളവർ 6 എടുത്താൽ മതി കേട്ടോ. ഇനി അതിൽ തീരെ കഴുത്ത് ഇഷ്ടമില്ല എന്നുള്ളവർ 5.5 എടുത്താൽ മതി. 5.5 കുറയ്ക്കേണ്ട, വൃത്തികേട് ചുരിദാറിന് ഭംഗി കിട്ടത്തില്ല. അപ്പം ഞാൻ എത്രയിലാണ് എടുത്തേക്ക് നിങ്ങൾ നോക്കിയേ. 6.5-ൽ മാർക്ക് ചെയ്തു. ഇത്രയും പിടി കിട്ടിയില്ലേ? ഇനി ഇവിടെ നമ്മൾ എടുത്ത എത്രയാ? 3 അല്ലേ? ആ 3 ഇവിടെ നിന്നും ഞാൻ അടയാളപ്പെടുത്തി 3 വരച്ചു. ഇനി നമ്മൾ നമ്മുടെ സ്കെയിലെടുത്ത് നമുക്ക് ഇതിനെല്ലാം ഒന്ന് കൂട്ടി, ഇത് കണ്ടോ, ഈ ലൈനും ഈ 3 ഉള്ളതിനെ കൂട്ടിച്ചേർത്ത് ഒന്ന് വരച്ചു. അതുപോലെ ഇതും കൂട്ടിച്ചേർത്ത് വരച്ചു. ഇനി നമുക്ക് ഇതിനകത്തൊരു യു ഷേപ്പ് ഉണ്ടാക്കണം അല്ലേ? അതിന് ഒരുപാട് ഇത് കണ്ടോ, നമ്മളിങ്ങനെ ഒന്ന് ഇങ്ങനെ ഷേപ്പിന് വരച്ചാൽ നമുക്ക് ഒരു ഈ സൂത്രമൊന്നും വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. തുടക്കക്കാരോട് ഞാൻ ഒരിക്കലും ഈ വകയെല്ലാം അത്യാവശ്യം വേണം. എന്ത് വേണം? ടേപ്പ് വേണം, നല്ലൊരു കത്രിക വേണം. ടേപ്പും കത്രികയും മാത്രം മതി തുടങ്ങി വെക്കാൻ. അതിന് മുമ്പ് നിങ്ങൾ പോയി പെട്ടെന്ന് ഷേപ്പ് സ്കെയില്, മീറ്റർ സ്കെയില്, നമ്മുടെ സ്ലീവ്, ഇതൊന്നും വേണമെന്ന് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ വാങ്ങിച്ചതാണ്, നിങ്ങൾ കണ്ടില്ലേ, ഇന്നലെ വാങ്ങിച്ചതാണ്. ടൈ കിട്ടിയപ്പോൾ ഞാൻ കട്ടപ്പന പോയി വാങ്ങിച്ചതായത്. അത് ഇതൊന്നും വേണമെന്ന് വേണം നമുക്ക്. നമ്മൾ പടിപടിയായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് വേണം, അല്ലെങ്കിൽ വലിയ നിർബന്ധമൊന്നുമില്ല. ഇതിനൊന്നും വലിയ വിലയൊന്നും ഉള്ളതല്ല. എങ്കിലും അയ്യോ എനിക്കതില്ലാത്തതുകൊണ്ട് തയ്ക്കാൻ പറ്റില്ലെന്നൊന്നും ആരും പറഞ്ഞേക്കല്ലേ. അപ്പോൾ അത് കണ്ടോ, നമ്മുടെ കഴുത്ത് ഫോം ചെയ്തു. ഇനി ഇത് വെച്ച് കാണിക്കാം. ഇത് വെച്ചാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ നോക്കിക്കേ, എൻ്റെ കഴുത്ത് നോക്കിക്കേ, ഇത് വെച്ച് വരച്ച പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. കണ്ടോ? എന്നതെങ്കിലും ഞാൻ നോക്കാം, സൂം ചെയ്ത് നോക്കിയോ, എന്നതെങ്കിലും പൊടിക്ക് വ്യത്യാസം ഉണ്ടോ നോക്കി? ഒന്നുമില്ല. ഫ്രണ്ടിന്. ഇനി പുറകിലത്തെ കഴുത്ത് എങ്ങനെ വേണം? അവിടെയും വ്യത്യാസമുണ്ട്. ചിലർക്ക് പുറകിലത്തെ കഴുത്ത് നന്നായിട്ട് ഇറങ്ങണം, എനിക്കിഷ്ടമില്ല. എനിക്കൊരു 5, മാക്സിമം 5 ഇഞ്ച് കൂടുതൽ പുറകിലത്തെ കഴുത്ത് ഇറങ്ങുന്ന ഇഷ്ടമില്ല. അല്ലേ 5.5, അങ്ങേറ്റം പഠിച്ച് നീട്ടി 5.5. അത് എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറയുന്നത്. ഇനി കഴുത്തിറക്കം പുറകിൽ വേണമെന്നുള്ളവരും 6 എടുക്കുന്നത് എടുത്തോ, 6 എടുക്കുന്നത് എടുത്തോ കേട്ടോ. പക്ഷെ ഞാൻ എടുക്കത്തില്ല. ഞാൻ എത്ര ഇഞ്ചേ എടുക്കത്തുള്ളൂ? 5 ഇഞ്ച് എനിക്ക് മതി. അതുകൊണ്ട് ഞാൻ 5 ഇഞ്ചിൽ മുമ്പത്തെ പോലെ തന്നെ വരച്ചു. ഈ വരയും ഇതും കൂടെ കൂട്ടിച്ചേർത്ത് വീണ്ടും ഒരു ബോക്സ് പോലെ വരച്ചു. ഇതിനകത്തും നമുക്ക് ആ യു ഷേപ്പ് വരയ്ക്കാം. എന്തിനാ യു ഷേപ്പ് തിരഞ്ഞെടുത്തെന്ന് പറയട്ടെ? യു ഷേപ്പ് തയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു ഷേപ്പാണ് യു ഷേപ്പ്. കാണാനും ഭംഗിയാണ്, ചുരിദാറിനായാലും നൈറ്റിക്കായാലും കാണാനും നല്ല ഭംഗിയാണ് യു ഷേപ്പ്. അപ്പം യു ഷേപ്പ് നമ്മൾ പഠിച്ച് നമുക്ക് വരാം. അപ്പം നെക്കിൻ്റെ പണി തീർന്നു. ഇനി അടുത്തത് നമ്മളുടെ ഷോൾഡറാണ്. നമ്മുടെ ഷോൾഡർ എത്ര ഇനി ഞാൻ ഷോൾഡർ നിങ്ങൾക്ക് ഇങ്ങനെ അളക്കുമ്പോൾ ഒരു സംശയം തോന്നിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇടുമ്പോൾ സുഖം കിട്ടുന്ന ഒരു നല്ല ചുരിദാർ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഈ 2 വശങ്ങൾ തമ്മിലുള്ള ഈ നമ്മുടെ ഷോൾഡർ തമ്മിലുള്ള അകലം നിങ്ങൾ
ടേപ്പിലൊന്ന് നോക്കണം. തുണി കണ്ടമാനം വലിക്കല്ലേ, വലിച്ചാൽ തുണി വലിയുന്നതായിരിക്കും. അങ്ങനെ ഒത്തിരി വലിക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുകയും ചെയ്യുക, ഒന്ന് തുണിയിൽ നിന്നും എടുക്കുക. അപ്പോൾ ഒരു ആവറേജ് നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും, കൂടുതലും കുറവും ഒത്തിരി വ്യത്യാസം വരുത്തരുതേ. അങ്ങനെ എനിക്ക് കിട്ടിയത് എത്രയായിരുന്നു? 8 ആയിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ ഷോൾഡറിൻ്റെ അളവ് ഇവിടെ 8 ആദ്യം നിങ്ങളെ അടയാളപ്പെടുത്തി കാണിക്കുക കേട്ടോ. ഷോൾഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ അകലമാണ് ഷോൾഡർ എന്ന് പറയുന്നത്, ഈ അകലമാണ്. ഇനി ഈ അകലം ഞാൻ കറക്റ്റ് വരച്ചു. ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അല്ല, ഇത് അവിടെ തന്നെ നിൽക്കുക. ഷോൾഡർ എങ്ങനെ നിൽക്കുന്നത്? നേരെയാണോ നിൽക്കുന്നത്? അല്ല, ഒരു ചെരിവുണ്ട്. മോസ്റ്റ് 99% ആൾക്കാർക്കും ഈ ചെരിവുണ്ട്. വളരെ റെയറായിട്ട് ആർക്കെങ്കിലുമേ ഉള്ളൂ നേരെ നിവർന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഡ്രസ്സ് തയ്ക്കുമ്പോൾ ഈ ചെരിവിനാണ് നമ്മൾ സ്ലോപ്പ് എന്ന് പറയുന്നത്. ആ സ്ലോപ്പ് കൊടുക്കണം. അപ്പോൾ ചുരിദാറിനൊക്കെ നമുക്ക് ആ സ്ലോപ്പ് 1/2 ഇഞ്ച് കൊടുത്താൽ മതി. അരയിൽ കൂടുതൽ ഒട്ടും കൊടുക്കേണ്ട സന്ദർഭമുണ്ട്. എപ്പോഴെന്ന് പറയട്ടെ, കോളർ നെക്കുകൾ വരുമ്പോൾ പലതരം കോളറുണ്ട്. കോട്ട് കോളറുണ്ട്, നമ്മുടെ ചൈനീസ് കോളർ, റൗണ്ട് കോളർ, റൗണ്ട് ഫ്ലാറ്റ് കോളർ, ഹാഫ് നെക്ക് ഇല്ലേ. ഞാൻ ഈ ഇട തയ്ച്ച വി കോളർ, ഇതൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ ഈ 8 എന്ന് പറയുന്ന ഫുൾ ഷോൾഡർ എടുക്കുകയും ചെയ്യും. നമ്മൾ സ്ലോപ്പ് മിനിമം 1 ഇഞ്ച് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇങ്ങനത്തെ ഡ്രസ്സുകൾക്ക് സ്ലോപ്പ് നമുക്ക് എത്ര കൊടുത്താൽ മതി? 1/2 ഇഞ്ച്. ഷാർപ്പ് 1/2 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തി. അവിടെ നിന്ന് ഈ ഇതിലേക്ക് കറക്റ്റ് വെച്ചിട്ട് നമുക്ക് ഒന്ന് വരയ്ക്കാം. അത് കണ്ടു, ഇത് ഈ 1/2 ഇഞ്ച് ഒത്തിരി ഒന്നുമില്ല, ഒരു സീമല. ഇത് നോക്കിക്കേ, ഈ ബാക്കിൽ 5ഉം ഫ്രണ്ടിൽ 6.5യും നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും എടുക്കുക എന്ന് പറഞ്ഞാൽ തീർത്ത് ചെറുതല്ല. ആവറേജ്, മോർ ആവറേജ് എന്ന് വേണേൽ പറയാം അല്ലേ. എബവ് ആവറേജ് എന്ന് പറയും, മോറല്ല, എബവ് ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർമ്മിക്കുക, തുണി ഞാൻ ഇത്രയങ്ങ് വെട്ടി, ഇത് രണ്ടും വെട്ടി എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ധരിക്കുമ്പോൾ നമ്മുടെ തുണി രണ്ടും ഇങ്ങനെ 2 വശത്തേക്ക്, ഇവിടം 2 വശത്തേക്ക് വലിയല്ലേ. കഴുത്ത് ഇത്ര ഇറങ്ങി നിൽക്കുമ്പോൾ ഇവിടെ ഉറപ്പായിട്ടും വലിയും. അപ്പം ഷോൾഡർ അങ്ങോട്ട് തള്ളും. അപ്പം നമുക്ക് ഇത്രയും വീതി വേണോ? വേണ്ട. വന്നാൽ എന്നാ പറ്റും? ഈ തയ്ച്ചിരിക്കുന്ന തയ്യൽ എവിടെ വരും? കയ്യലോട്ട് ഇറങ്ങി വന്ന് വൃത്തികേടായിട്ട് പുറം ഇങ്ങനെ നിൽക്കും. പിന്നെ നമ്മൾ സ്ലീവ് പിടിപ്പിച്ചാൽ പോലും ഇത് ഭംഗിയാകത്തില്ല. അപ്പം കൃത്യമായ ഷോൾഡർ നമുക്ക് കിട്ടണം. അപ്പം അതിന് കുറേ കണക്കുകളുണ്ട്. ഇപ്പം ഞാൻ ആദ്യ വീഡിയോയിൽ കണക്കെല്ലാം കൂടെ പഠിപ്പിച്ച് നിങ്ങൾ വിഷമം പറയണ്ടേ. അതുകൊണ്ട് ഞാനൊരു എളുപ്പമാർഗം പറയാം. നമുക്ക് ഈ 8 എന്നുള്ളത് കറക്റ്റ് 1 ഇഞ്ച് കുറയ്ക്കാം. അപ്പോൾ എത്ര ആവും? 7 ഇഞ്ചായിട്ട് എടുക്കുന്നു. എന്തിനാ കുറയ്ക്കുന്നത് മനസ്സിലായല്ലോ. ഈ കഴുത്തിൻ്റെ ഇറക്കം ആവറേജിൽ കൂടുതലുണ്ട്, 6.5യും 5ഉം ഉള്ളത് കൊണ്ട് ഇത് വിട്ടും 3 ഇഞ്ച് എടുത്തേക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ 8 എന്നുള്ളതിനെ എത്ര ആയിട്ട് കുറയ്ക്കുന്നു? 8 എന്നുള്ളത് ഇപ്പോൾ എത്ര ആക്കാൻ പോവാണ്? 7 ആയിട്ട് മാറ്റാൻ പോവാം. അപ്പോൾ ഈ ഷോൾഡർ എത്ര മതി നോക്കിയേ, കറക്റ്റ് 7ലേക്ക് ഞാൻ എടുത്തു. ഇതാണ് നമ്മളുടെ ശരിക്കുള്ള ഷോൾഡർ. അപ്പോൾ നമ്മൾ ആം ഹോൾ ഡെപ്തും എത്ര എടുത്താൽ മതി? 7 ഇഞ്ച് എടുത്താൽ മതി. അത് ഈ സ്ലോപ്പിൽ നിന്ന് നമുക്ക് താഴേക്ക് എടുക്കാതെ, സ്ലോപ്പിൽ നിന്ന് താഴേക്ക് 7 ഇഞ്ച് ഞാനൊന്ന് വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് 7 ഇഞ്ചല്ലേ എടുത്തേക്കുന്നേ, അതേ 7 ഇഞ്ച് ഇവിടെ നിന്നും വരണം. അതിനു വേണ്ടി ഇവിടെ നമ്മളൊരു അടയാളം കൊടുത്തു. ഇനി നമുക്ക് ഈ പോയിന്റും ഇതല്ല നമ്മൾ ഇനിയും വരയ്ക്കുന്നത്, ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് വരയ്ക്കാം. വരച്ചു. ഇത്രയും മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങൾ ഇവിടെ കിട്ടിയില്ലേ. ഇനിയും നമ്മൾ അളക്കാൻ പോകുന്നത് നമ്മൾ മുമ്പേ എടുത്ത ചെസ്റ്റില്ലേ, ആ ഭാഗത്തെ അളവ് ഈ 7 ആയിരിക്കും വരാൻ പോകുന്നത്. ഈ ആം ഹോൾ ഡെപ്തിന് വേണ്ടി എടുത്ത 7 നമ്മളുടെ എന്ത് വരാൻ പോകുന്നത്? ആം ഹോൾ റൗണ്ട് വരാൻ പോകും. സോറി, ചെസ്റ്റ് റൗണ്ട് വരാൻ പോകുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത്, എനിക്ക് ചെസ്റ്റ് എത്രയായിരുന്നു? 38. ഈ 38ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടണം. മറക്കല്ലേ, 4 ഇഞ്ച്. 38 4ഉം 42. 42നെ 4 കൊണ്ട് ഹരിക്കണം. കാരണം 4 തുണിയാണ്. 1 2 3 4. അതുകൊണ്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 10.5 എന്ന് വരും. ആ 10.5 എടുക്കുന്നത്. ചിലർ ഇങ്ങനെ പറയാറുണ്ട്, ജസ്റ്റ് അതായത് ചെസ്റ്റ് അളവിനെ 4 കൊണ്ട് ഹരിച്ചിട്ട് നിങ്ങൾ 0.5 കൂടെ കൂട്ട്, അല്ലെ 1 കൂട്ട് എന്ന് പറയും. അപ്പം 4 പീസിലും 1 കൂട്ടിയാൽ എത്ര ആകും? 4 ഇഞ്ച് കൂടുതൽ വലിയ. അത് തന്നെയാണ് ഞാനും ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുന്ന വേറൊരു കാര്യം ചെയ്യണേ, ഏറ്റവും തുടക്കക്കാരാണെങ്കിൽ ഏതെങ്കിലും ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ അത് കുറേ ഫോളോ ചെയ്യണം. ഒരുവിധം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഗ്രാഹ്യം ഉണ്ടായി കഴിഞ്ഞിട്ട് മറ്റു മാറ്റങ്ങൾക്ക് വേണ്ടി മറ്റുള്ളത് നിങ്ങൾ കാണാനായിട്ട് പോകാവൂ കേട്ടോ. എൻ്റെ ചാനൽ കാണണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറ്റത്തില്ല. ഏത് നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് 100 വീഡിയോ കണ്ടാലും ചിലരുടെ വീഡിയോയിൽ ഒരു താല്പര്യം കാണും അല്ലേ. ചിലർക്ക് എന്തെല്ലാം പൊന്ന അരച്ച് കലക്കി കുടിപ്പിച്ചെന്ന് പറഞ്ഞാലും അവർ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകത്തില്ല, നോക്കാൻ പോലും ഇഷ്ടം കാണത്തില്ല, അതൊരു കാണും.
അതൊക്കെ സ്വാഭാവികം. അതങ്ങനെയാണ് അല്ലേ, നമ്മുടെ എല്ലാം പ്രകൃതം അങ്ങനെ. അപ്പം ഞാൻ എന്താ ചെയ്തത്, ഈ 10.5 നോക്കിക്കോളാം, കാണാവോ നോക്കണേ. ഈ 10.5 ഇതിൽ കൃത്യമായിട്ട് ഞാൻ അടയാളപ്പെടുത്തുക. 10.5ക്കുള്ള പോയിന്റ്, സോറി അതിന് മുമ്പുണ്ടല്ലോ നമുക്ക് ഈ ചെസ്റ്റ് ലൈൻ ഒന്ന് നീളത്തിൽ 7 ഇഞ്ചിൽ വരച്ചു. ഇനി നമുക്ക് അതിലാണ് എത്ര അടയാളപ്പെടുത്തേണ്ടത്, നമ്മുടെ 10.5 അടയാളപ്പെടുത്തി. ഇനിയും നമുക്ക് തയ്ച്ചു കഴിഞ്ഞ് തുമ്പ് തുണി മിച്ചം കിടക്കണ്ടേ. ചിലർ ചോദിക്കുവേ ഇവിടെ ലൂസ് കൊടുത്തില്ലേ, ചെസ്റ്റിനകത്ത് നിങ്ങൾ 4 ഇഞ്ച് ലൂസ് കൊടുത്തില്ലേ, പിന്നെ തുണി ഇന്നെ കിട്ടുന്നത്. നമ്മുടെ കറക്റ്റ് തയ്യൽ ഇതിൽ കൂടെ തയ്ച്ച് നമുക്ക് പോകണം. അത് കഴിഞ്ഞ് തുണി വേണ്ടേ, പറ്റും വെളി കിടക്കണ്ടേ, വേണ്ടേ, നമുക്ക് കൂട്ടണമെങ്കിലോ കുറയ്ക്കണമെങ്കിലോ എടുക്കണമെങ്കിലോ ഒക്കെ തുണി വേണ്ടേ. അതിനു വേണ്ടി നിങ്ങൾ തുടക്കക്കാരായതുകൊണ്ട് കറക്റ്റ് 2 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പിട്ടു. അതിനെയാണ് സീം അലവൻസ് എന്ന് വിളിക്കുന്നത്. ഇത് തയ്യൽ തുമ്പാണ്. ഇത്രയും മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ കൈയുടെ കുഴി വരയ്ക്കണം. കൈയുടെ കുഴി വരയ്ക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ നിന്ന് ഇതെല്ലാം ഒരു ആവറേജ് അളവാണ് പറഞ്ഞത്. കറക്റ്റ് 1.5 ഇഞ്ച്, അതായത് നോക്കി ഈ കാണുന്ന ഈ 90 ഡിഗ്രി ആംഗിളിൻ്റെ കറക്റ്റ് നടുക്ക് ചരിച്ച് ഇങ്ങനെ വെച്ചിട്ട് 1.5യിൽ നമുക്കൊരു കുഞ്ഞൊരു ഡോട്ട് കൊടുക്കാം. കണ്ടല്ലോ. അതുപോലെ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന 7 ഇഞ്ചിൻ്റെ മിഡ് പോയിന്റ് 3.5 അവിടെയും നമുക്കൊരു കുഞ്ഞ് ഇത് കൊടുക്കാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതും കൂടെ ചേർത്ത് നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ ആംപോള് വരച്ചെടുക്കുക. കണ്ടോ നമ്മൾ ഈ പോയിന്റും കൂടെ ചേർത്ത് നമ്മൾ കറക്റ്റായിട്ട് ആംപോള് വരച്ചെടുത്തു. ഇനി ഇത് വരയ്ക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയുള്ള സാധനമാണ് ഫ്രഞ്ച് കേർവ്. ആംപോൾ കേർവ്, ഫ്രഞ്ച് കേർവ് എന്ന് പറയുന്ന ഈ സൂത്രം അതിനുള്ളത്. അത് ചെയ്യേണ്ടത് ഈ പോയിന്റിലും ഇതിനെ ഇങ്ങനെ ടച്ച് ചെയ്ത് വെക്കണം. ഇത് കണ്ടോ, നിങ്ങൾ നോക്കിക്കേ, കാണാമോ നോക്കിക്കേ. എന്നിട്ട് നമ്മൾ ഇതിൽ കൂടെ വരയ്ക്കുക. നമ്മൾ വരച്ച സെയിം വര, അതിനൊരു പൊടിക്ക് പോലും മാറ്റമില്ല. ഇത് കണ്ടോ, സെയിം വര തന്നെ നമുക്ക് കിട്ടി. അപ്പം ഇതുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം. കൈകൊണ്ട് വരച്ച് ശീലിച്ചതിന് ശേഷം വെച്ചാലും മതി. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ അടിസ്ഥാനപരമായിട്ട് ആ ഷേപ്പും കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലേ ഏത് ഉപകരണവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനല്ലേ. അപ്പം ഇത്രയും കാര്യം പ്രധാനപ്പെട്ടതെല്ലാം കഴിഞ്ഞു. ഇനി ഈസിയാണ്. ഇനി നമുക്കൊരു ഷേപ്പ് ഉണ്ട് നമ്മുടെ ശരീരത്തിന്. ഞാൻ പറഞ്ഞില്ലേ, ആ ഷേപ്പ് നമ്മളെങ്ങനെ അറിയുന്നത്, നമുക്കറിയാമല്ലോ. അത് ശരീരത്തിൻ്റെ മുകളിൽ എത്രയാണെന്ന് നോക്കിയാൽ മതി. ആവറേജ് 14.5 ഇഞ്ച് 15 ഇഞ്ച്. കൊച്ചു പിള്ളേരാണെങ്കിൽ 14 ഇട്ടാൽ മതി. കൊച്ചെന്ന് പറഞ്ഞാൽ പ്രായം കുറഞ്ഞവരും ഹൈറ്റ് കുറഞ്ഞവരുമാണെങ്കിൽ 14 വരെ ആക്കാം. 15 കൂടുതൽ ഒരിക്കലും തന്നെ വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ 15 എന്നുള്ളൊരു ആവറേജ് കണക്ക് മനസ്സിൽ വെച്ചു. അപ്പം ഞാൻ ഇനിയും അങ്ങനെയുള്ള 2-3 ലൈനുകളിൽ നിന്ന് വരച്ചു വെക്കട്ടെ. ഇവിടെ നിന്ന് ഇതിനകത്ത് ഓൾട്രേഷൻ വരുത്തി കുറച്ചുകൂടെ വിശദീകരിച്ച് പറയാനുണ്ട്. അതൊക്കെ നമ്മൾ തുടക്കം പഠിച്ചു കഴിഞ്ഞ പോലെ ആദ്യമേ കയറി എല്ലാം കൂടെ പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ആദ്യം ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു തരുന്നത്. അപ്പം നമ്മുടെ ഷേപ്പ് ഞാൻ 15 എടുക്കുന്നു. 15 അത് നമുക്ക് എത്ര ആകാം, 14 14 ആകാം. ഇനി സ്ലിറ്റ് എവിടെ വേണം അത് ഓരോരുത്തരുടെ ഭംഗിയില്ലാതെ വരും. അതൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. അപ്പം ഞാൻ എവിടെയൊക്കെ കൊടുത്തു, ഇതെന്ന് പറയുന്നത് വേസ്റ്റ് ലൈനാണ്, ഇത് ഹിപ്പ് ലൈനാണ് അല്ലെങ്കിൽ സ്ലിറ്റ് ലൈനാണ്. അത് രണ്ടും നമുക്കൊന്ന് വരച്ചിടാം. ഇതിൻ്റെ പേരെന്താന്ന് പറഞ്ഞു, സ്ലിറ്റ് ലൈൻ. ഇതിൻ്റെ പേരെന്താണ്, വേസ്റ്റ് ലൈൻ. ഇതിൻ്റെ പേരെന്താണ്, ചെസ്റ്റ് ലൈൻ. ഇത് അടയാളപ്പെടുന്നത് ചെസ്റ്റ് റൗണ്ട്, ഇത് വേസ്റ്റ് റൗണ്ട്, ഇത് ഹിപ്പ് റൗണ്ട് അല്ലെങ്കിൽ സ്ലിറ്റ് റൗണ്ട്. ഇത്രയും പിടി കിട്ടുന്നല്ലോ. നമ്മൾ കറക്റ്റ് പദങ്ങളിലോ ഉപയോഗിച്ചോണം. എടുത്തിട്ടില്ല. ബസ്റ്റിൻ്റെ അളവ് വരുന്നത് 2-3 വീഡിയോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അടുത്തൊരു ചുരിദാർ തയ്ക്കും അതോടെ ചേർത്ത് പറയാം എന്തിനാണ് ബസ്റ്റ് അളവ് എടുത്തത്, അതിൻ്റെ ആവശ്യം എപ്പോഴാണ് വരുന്നത് എന്നുള്ളതെല്ലാം പറയാം. നമ്മൾ കൂട്ടി നമ്മൾ
ചെസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എത്ര ആഡ് ചെയ്യും? +4 ആഡ് ചെയ്യും. പക്ഷേ താഴേക്ക് എടുക്കുമ്പോൾ പിന്നെ നമ്മൾ 2 ആഡ് ചെയ്യാവും. എനിക്ക് ഹിപ്പ് എത്ര, എനിക്ക് വേസ്റ്റ് അളവ് കിട്ടിയേക്കുന്നത് 34. അതിൻ്റെ കൂടെ 2 ഇഞ്ചേ കൂട്ടാവും, 36. 36ൻ്റെ 4 എത്ര? 9 4 36. അപ്പം ഞാൻ 9ൽ ഒരു വരച്ചു. നമുക്ക് 2 ഇഞ്ച് സീമും കൂടെ അടയാളപ്പെടുത്തി. പിടി കിട്ടിയല്ലോ. ഇനി ബാക്കിൽ നല്ല ഷേപ്പിന് നിങ്ങൾക്ക് ഇതൊക്കെ ഇടണമെന്ന് വിചാരിച്ചു, അതിന് ടക്കൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ 2 എന്നുള്ളത് ഒരു 3 ഇഞ്ച് കൂട്ടിക്കോ. ഈ 2 കൂട്ടിയാലും ചെറിയൊരു ടക്കൊക്കെ നമുക്ക് ഇടാൻ പറ്റും. ഇനി സ്ലിറ്റ് എനിക്ക് ഹിപ്പ് എത്ര? 40. ഹിപ്പ് 40 വരുമ്പോൾ ഹിപ്പിൻ്റെ 2 ഇഞ്ച് കൂട്ടുക, 42. അപ്പം എത്ര? 10 വരും. ആ 10യുടെ കൂടെ ആ കറക്റ്റ് 10 നമ്മൾ അടയാളപ്പെടുത്തുന്നു. കറക്റ്റ് 10 അടയാളപ്പെടുത്തി. കണ്ടല്ലോ, ഇവിടെ നിർബന്ധമായും 1 ഇഞ്ച് കൂടുതൽ എടുക്കാവൂ. ഇതൊരിക്കലും മറക്കല്ല. ഞാൻ വേറൊരു കളറിൽ കാണിക്കാം. സീം എടുത്തു, അല്ലെ 1.5 സീം എടുക്കാം. എത്ര എടുത്താലും ഇവിടെ വരുമ്പോൾ 1 എടുക്കാവൂ. ഇനി ഞാൻ ഇവരെ എല്ലാം കൂട്ടിച്ചേർക്കാം. ഇവരെ നമുക്ക് സ്കെയിലിന് തന്നെ കൂട്ടിച്ചേർക്കാം കേട്ടോ. ഒത്തിരി അങ്ങ് സമയം പറഞ്ഞ പോലെ തോന്നുന്നു. ബുദ്ധിമുട്ടാക്കിയോ? പതുക്കെ പതുക്കെ കുറേശ്ശെ കണ്ടാൽ മതിയേ. ഇനി നമുക്ക് അതും ഇതും തമ്മിൽ വരച്ചു. ഇവിടെ ഇങ്ങനെ കോണിച്ച് നിൽക്കല്ലേ, ഇതൊരു യു ഷേപ്പിലാക്കി വിട്ടേക്കണേ. ഇങ്ങനെ തയ്യൽ വരുന്നത്. ഇവിടെ ഇങ്ങനെ ത്രികോണം ഷേപ്പിലാണല്ലോ. ഇവിടുത്തെ പണിയെല്ലാം തീർന്നു. ഇത്രയും പണികൾ തീർന്നു. ഇനി ഞാൻ താഴോട്ട് പോവുകയാണേ. താഴത്തെ കാര്യം കൂടെ കാണിച്ചു തരാം. ഈ സ്കെയിലിൻ്റെ ഉപയോഗം കാണിച്ചു തരണേന്ന് പറഞ്ഞില്ലേ. ഈ എൽ സ്കെയിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക്, അതായത് ഇത് 2 സൈസിൽ നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു സാധാരണ സ്കെയിൽ എടുത്ത് സാധാരണ സ്കെയിൽ ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ടും അതിൻ്റെ ലെവൽ അറിയത്തില്ല. ചിലത് കണ്ടാൽ നമുക്ക് പിന്നെ സംശയം തോന്നും. പക്ഷേ ഈ സ്കെയിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒരു വശം ഈ എൻഡിനോട് നമ്മളിങ്ങനെ ചേർത്ത് വെക്കും. ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ കണ്ടോ, മുമ്പത്തെ സ്കെയിൽ വെച്ചതിനേക്കാൾ കൃത്യമായിട്ടും നമുക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇതങ്ങ് അടയാളപ്പെടുത്തണം, ലെവൽ കേട്ടോ. ഇതെങ്ങനെ ലെവൽ ചെയ്യാനായിട്ടുള്ളതാണ് നമ്മുടെ ഈ സ്കെയില്. അപ്പം നമ്മൾ ലെവൽ ചെയ്തിട്ട് നമുക്ക് എത്ര വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഇതൊക്കെ സംശയം നിങ്ങൾക്ക് വരാം. ഒരുവിധപ്പെട്ട 90% ആൾക്കാർക്കും ഈ എടുത്തിരിക്കുന്ന വണ്ണമില്ലേ, ഇപ്പം എനിക്ക് എത്ര? 10 1 11.5. ഇത് തന്നെ മതിയാകും ഇവിടെയും. അപ്പോൾ എത്ര വന്നു? 11.5. പക്ഷേ പിന്നെ എത്രയുടെ വേണം? ആ അരിക് മടക്കി അടിക്കാൻ. ഇവിടെ അടിക്കാൻ നമ്മൾ 1 കൂട്ടിയെങ്കിൽ പോലും ഇവിടുന്ന് ആ മടക്കും കൂടെ എക്സ്ട്രാ വരുമ്പോൾ 1 ഇഞ്ച് കൂടെ കൊടുക്കാം നമുക്ക്. അപ്പോൾ എനിക്ക് എത്ര എടുക്കാം? 12.5. കൊച്ചു പിള്ളേർക്കൊക്കെ ഉണ്ടല്ലോ, ചെറുപ്പക്കാർ പിള്ളേർക്ക് ഒത്തിരി ഇവിടെ അടിയിൽ വിട്ട് വേണ്ട. അവർ 11.5 എടുത്തോട്ടെ, 11 11.5 എടുത്തോട്ടെ. എനിക്ക് 12.5 എടുക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ പോയിന്റും കൂടെ നമുക്ക് കൂട്ടിച്ചേർക്കാം. അതിനൊക്കെയാണ് നമ്മുടെ ഈ വലിയ സ്കെയിലിൻ്റെ ആവശ്യം. ഇനി ഈ വലിയ സ്കെയിൽ വേണോ? ഞാൻ ടേപ്പ് വെച്ചാൽ ഈ അടുത്ത കാലം വരെ ഇത് വരച്ചുകൊണ്ടിരുന്നത്. ഇതിനൊന്നും ആവശ്യമൊന്നും ഇല്ല. പിന്നെ ഒത്തിരി നല്ല തയ്യൽ ഒത്തിരി തയ്ച്ചു കൊടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതിന് ഉപയോഗമുള്ളൂ. അവനവൻ്റെ ഒക്കെ തയ്ക്കാൻ വേണ്ടിയൊന്നും ഇതൊന്നും വേണ്ട. എല്ലാം കഴിഞ്ഞു. കട്ട് ചെയ്തെടുക്കട്ടെ. കട്ട് ചെയ്യുവാണേ. നല്ല കത്രിക വേണം. അപ്പം ആദ്യമേ കത്രിക വാങ്ങണ്ടേന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്നാ പറയുന്നത്? നല്ല കത്രികയ്ക്കൊക്കെ നല്ല വിലയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിടും. മൂർച്ചുള്ള കത്രിക നമുക്ക് തയ്ക്കണമെങ്കിൽ നല്ല മൂർച്ചുള്ള കത്രിക എടുക്കണം. ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞു തരാനുണ്ട്. ഇനി ഇത് നോക്കിക്കേ, ഇത് കണ്ടോ, ഈ സ്ലിറ്റിൻ്റെ കാര്യം മറക്കാതെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഒരു ഇത് വേണമെങ്കിൽ മതി, നിർബന്ധമില്ല. ഇവിടെ വരണം. അതിന് മുമ്പ് നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം തുടക്കത്തിലേ അങ്ങ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു, പിന്നെ അങ്ങ് പറഞ്ഞേക്കാം. നമ്മുടെ ആം ഹോളിൻ്റെ റൗണ്ട്, കൈക്കുഴിയുടെ ചുറ്റളവ്, ഇത് എത്രയാണെന്നുള്ളത്. ഇത് നമുക്ക് അളക്കാനൊരു സംവിധാനം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടിരുന്നു. നിങ്ങൾ പലരും കണ്ടു കാണും. നമുക്ക് തന്നെ അളക്കാനുള്ളൊരു സംവിധാനം, ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ 17.5. അപ്പം എനിക്ക് ആ 17.5യുടെ പകുതി എത്ര?
മൊത്തം 17.5. 17.5യുടെ പകുതി എന്ന് പറയുമ്പോൾ 8.5, 8.5, 17, 8.45. എനിക്ക് 8.45 വേണം ഇവിടെ കിട്ടാനായിട്ട്. ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കുന്നത് എങ്ങനെയെന്ന് അറിയാമോ? ഈ സ്ലോപ്പിന്റെ ഇവിടെ ഇത് വെട്ടിക്കളയുമ്പം ഇവിടെ ഒരു തയ്യൽ വരികയല്ലേ, അവിടെ നമുക്കൊരു 1/4 ഇഞ്ച് പോകും. ആ 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇതിനെ അടുത്ത് ചേർത്ത് തന്നെ അളന്നു, അകത്തി അളക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ഈ വരയോട് ചേർത്ത് നമുക്ക് നോക്കാം. ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് വേണേ, വലിക്കല്ലേ. ഇത് കണ്ടോ, നിങ്ങൾ നോക്കിക്കേ. എനിക്ക് 9ന്റെ തൊട്ട് ബാക്കിലെ ഒരു വര വരെ എനിക്ക് കറക്റ്റായത്. എനിക്ക് എത്ര വേണ്ട? 8.45 അപ്പോൾ എനിക്കിത് 9ന്റെ തൊട്ട് പുറകില്ല, അതായത് 8.45 കഴിഞ്ഞൊരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒരു മാറ്റവും ഇതിൽ വരുത്തേണ്ട ആവശ്യമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ കൈക്കുഴിയുടെ അളവ് ഇവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാവോ? ഈ എടുത്ത 7 എന്നുള്ളത് ഒരു 7.25 മാറ്റണം. 7.25 എന്ന് വരച്ച് കാണിച്ചേക്കട്ടെ. 7.25 എന്ന് പറയുമ്പം നമുക്ക് ആണെന്ന് കാണിക്കാവേ വേണ്ടി വന്നാൽ, കാരണം ഷോൾഡർ കൈക്കുഴി ഒരു പ്രധാന ഘടകമാണ്. ഇത് 7.25 എന്നുള്ളത് ഇതുണ്ട്, ഇത്രയും വ്യത്യാസമേ ഉള്ളൂ. 7.25 ഞാനൊരു ലൈൻ വരയ്ക്കാം. ഏഴേകാലിൽ ലൈൻ വരച്ചു. അപ്പം നമ്മുടെ കൈക്കുഴി എങ്ങനെ വരും നിങ്ങൾ നോക്കിയാൽ. അപ്പം ഈ ഇവിടുന്ന് ഒരു ചെറിയ പൊടിക്ക് മാറ്റം വരും. മാറ്റം വന്ന് ഒരു ഇത്രയും ഇറങ്ങത്തുള്ളൂ, ഒത്തിരി ഒന്നും വരത്തില്ല, ചെറിയ വ്യത്യാസം വരത്തുള്ളൂ. കണ്ടോ, ഈ ഒരു ലൈനിലൂടെ ആണ് നമ്മുടെ അടുത്ത വര വരുന്നത്. അപ്പോൾ നമുക്ക് മാറ്റം വന്നു നമുക്ക് നോക്കാവേ. മുമ്പത്തെ പോലെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമുക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇതിനോട് ചേർത്ത് പിടിച്ച് നോക്കാം. 8 ഇത് കണ്ടോ, ഇപ്പം വ്യത്യാസം വന്നു കണ്ടോ നിങ്ങൾ. മുമ്പേ 9ന് തൊട്ട് പുറകിൽ നിന്ന സാധനം ഇപ്പം 9.5ക്ക് അടുത്ത് വന്നു. അപ്പം 1/4 ഇഞ്ച് ഡിഫറൻസ് ഷോൾഡറിൽ ആം ഹോൾ ഡെപ്തിൽ മാറ്റം വരുത്തിയാൽ ഇത്രയും വ്യത്യാസം വന്നിട്ടുണ്ട്. പിടികിട്ടിയ നിങ്ങൾക്ക്. ഇനി ഇത്രയും കൈക്കുഴി ഇല്ല, 38 ചെസ്റ്റളവുള്ളവർക്ക് 18 കൈക്കുഴി വേണം, 17.5 കൈക്കുഴി വേണം നിർബന്ധമില്ല. ചിലർക്ക് കൈക്കുഴി കുറച്ച് മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 7 എടുക്കരുത്. 7.25 എന്നുള്ളത് 7ൽ നിന്ന് 6.25ലേക്ക് മാറ്റണം. 6.5 വരെ മാറ്റി നോക്കണം കേട്ടോ. അങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് ഈ 17.9 എന്നുള്ളത് 8.5 8.25 അങ്ങനെ വ്യത്യാസം വരും. മനസ്സിലായെന്ന് വിശ്വസിക്കും. ഒത്തിരി കാണിക്കുന്നില്ല, ഒത്തിരി കാണിച്ചാൽ നിങ്ങൾ മടുത്തു പോകും. അപ്പം ഇനി നമ്മുടെ പണി എന്താ? ഇവിടം കൂടെ കട്ട് ചെയ്തെടുക്കുക. എന്താ കഴുത്ത് വെട്ടാൻ പോകുമ്പോൾ ഏത് കഴുത്താണ് ആദ്യം വെട്ടേണ്ടത്? ഫ്രണ്ടാണോ ബാക്കാണോ? രണ്ടും വെട്ടിയാൽ എന്നാ കുഴപ്പം? ഒരിക്കലും ഫ്രണ്ടിലെ വലുത് വെട്ടിയാൽ ഒന്നിച്ച് വെട്ടിയാൽ എന്നാ പറ്റും? ബാക്കും ഫ്രണ്ടും ഒരുപോലെ ആയി പോകും. അതുകൊണ്ട് എപ്പോഴും എവിടും തുടങ്ങണം? ബാക്കിന് ഏതാണോ ചെറുത് അതിനെ തുടങ്ങാവൂ കേട്ടോ. ചെറിയ കഴുത്തിൽ നിന്ന് നമ്മൾ വെട്ടി കണ്ടല്ലോ. ഇനി നമ്മൾ ഇവിടുന്ന് ആ സ്ലോപ്പിലൂടെ കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ നമ്മൾ ആദ്യം വരച്ചതാണ് നമുക്ക് കറക്റ്റ്. അപ്പം അതിൽ കൂടെ തന്നെ കറക്റ്റ് ഇതിൽ കൂടെ വരച്ച് നമ്മൾ ചെയ്യുന്നു. ഇനി ഇതല്ലേ എൻ്റെ കറക്റ്റ് അളവെന്ന് പറയുന്നത്. ആ അളവിൽ ഇവിടെ നമുക്കൊരു അടയാളം ചെറുതായിട്ട് നമ്മൾ കൊടുത്തു. ഇപ്പം എനിക്ക് ഏതൊക്കെ കിട്ടി? ഫ്രണ്ടും കിട്ടി, ബാക്കും കിട്ടി. അപ്പം ഞാനിത് മാറ്റുന്നതിന് മുമ്പ് ചെറിയൊരു പണി ചെയ്യാൻ പോവാണേ. സൂത്രമുണ്ടേ. ഈ സത്യത്തിൽ നമ്മൾ അടയാളപ്പെടുത്തിയ ഈ വരകളെല്ലാം ഈ ഒറ്റ സ്ഥലത്തല്ലേ കാണത്തുള്ളൂ. ബാക്കി ഒരിടത്തും നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. നമുക്ക് അപ്പോൾ തുടക്കക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ തയ്ച്ചങ്ങ് ശീലമായ ഒരു അളവിൽ അങ്ങ് തയ്ച്ചു പോകും. അല്ലാത്തവർക്ക് നമ്മൾ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ പോയിന്റൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അതിന് വേണ്ടി ഒരു മാർക്കർ ഒരു സാധനം എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷേ കണ്ടില്ല. പകരം ഞാൻ ഇതുകൊണ്ടൊന്ന് ചെയ്യാവോ നോക്കട്ടെ. അപ്പം ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പം അവിടെ ഒരു പാട് പോലെ വരും. ആ പാടിൽ നമ്മൾ ഇങ്ങനെ എല്ലാ തുണിയിലും നമുക്ക് ആ പോയിന്റ് അടയാളപ്പെടുത്താൻ പറ്റും. കാണാം, കൃത്യമായിട്ട് കാണാം. എല്ലാത്തിലും നമുക്കതൊന്ന് അടയാളപ്പെടുത്തിയേക്കാം. എല്ലാ പീസിലും നമ്മളൊന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇല്ലേ ഈ പോയിന്റും നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ലിറ്റും കാണാം. ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി
പാർട്ട് ബാക്കില്ലേ, ഇതല്ലേ നമ്മൾ കഴുത്ത് വെട്ടിയേക്കുന്നത്. അപ്പം നമ്മൾ ഈ തുണി എടുത്തങ്ങ് മാറ്റി, ഈ തുണി എടുത്ത് മാറ്റിയിട്ട് പഴയ പോലെ തന്നെ നമ്മൾ അവനെ ക്രമീകരിക്കണം. പഴയതുപോലെ തന്നെ കണ്ടല്ലോ, നമ്മൾ ബാക്ക് പാർട്ട് മാറ്റിയിട്ടു, ഇതിനകത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ട് ഈ ഇവിടവും എല്ലാം വളരെ കറക്റ്റായിട്ട് നമ്മൾ ക്രമീകരിക്കുക, കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. കണ്ടോ, വേണേൽ ഈ സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു പോയിന്റ് കൊടുത്തേക്കാം തിരിച്ചറിയാൻ വേണ്ടി. നമ്മൾ തയ്ക്കുമ്പോഴൊക്കെ നമുക്കത് ഉപകാരപ്പെടും. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടത്, നമ്മുടെ മുൻവശത്തെ കൈക്കുഴി കുഴിച്ചു വിടണം. അതെന്തിനാന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഷേപ്പ് ഒന്ന് ആലോചിക്കുക. പുറം പോലെയാണോ ഫ്രണ്ട് വശം? ഫ്രണ്ട് വശത്ത് ഇച്ചിരി തുണി കുറവ് വരെ ഇവിടെ ഈ ഭാഗത്ത്. അതെന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരഘടന എങ്ങനെയാണ്, അത് എടുത്ത് കളയാത്തപ്പോഴാണ് അവിടെ വലിയ ചുളുക്കം വരുന്നത്. ആ ചുളുക്കമാണ് നമ്മുടെ ഡ്രസ്സിനെ ഏറ്റവും മോശമാക്കുന്നത്. അത് നമുക്ക് ശരിയാക്കാനായിട്ട് ഒരു മാർഗമുണ്ട്, അത് നിങ്ങൾ നോക്കണേ. നമ്മുടെ ഈ കറക്റ്റ് മിഡ് പോയിന്റ് ഞാൻ 3.5 എടുത്തില്ലേ, ആ 3.5-യിൽ നിന്നും നമുക്കൊരു 1/2 ഇഞ്ച് ബാക്കിലേക്ക്, അതായത് നോക്കിയിരുന്നോണേ, ഇവിടെ നിന്ന് കൃത്യം 1/2 ഇഞ്ച് പുറകിൽ ഞാനൊരു പോയിന്റ് കണ്ടോ. ആ പോയിന്റിലേക്ക് നമുക്ക് ഈ സ്കെയിൽ വെച്ച് ഈ മുകളിൽ നിന്ന് ഈ പോയിന്റിലൂടെ താഴോട്ട് നമുക്കൊരു ലൈന് വരയ്ക്കാം. നോക്കിക്കണേ, 1/2 ഇഞ്ച് മാറ്റി ഞാനൊരു ലൈൻ വരച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് ഈ പോയിന്റ്, ഇവിടെ ഞാൻ മുമ്പേ ഇവിടെ എടുത്തിരുന്നത് 1.5 അല്ലേ, നമുക്കിനി ഇവിടെ നിന്ന് ആ 1.5 എടുക്കാം. ഇവിടെ നിന്ന് എടുത്ത 1.5 ഈ പോയിന്റിൽ നിന്നും 1.5 ആക്കാം. അപ്പം ഇവിടെ വരും. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ആംഹോൾ കർവ് വെച്ച്, ആംഹോൾ കർവ് വേണം നിർബന്ധമൊന്നുമില്ല, ആംഹോൾ കർവ് വെച്ച് ഈ മിഡ് പോയിന്റും ഈ പോയിന്റും ഇതും കൂടെ ചേർത്ത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത് ഇങ്ങനെ വരും അതിൻ്റെ ഫൈനൽ. നോക്കിയേ, ഇവിടം വരെ വരില്ല ഒരിക്കലും, ഇവിടുന്നേ വെട്ടിക്കളയരുത്. ഇത് കണ്ടോ, ഇത്രയും നമുക്ക് കയറി പോകും, കാണാൻ പറ്റും. നോക്കിക്കും, ഒന്നുകൂടെ പറഞ്ഞു തരാം. ഈ എടുത്ത നമ്മുടെ 7 ഇഞ്ചിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ 3.5 കറക്റ്റ് 1/2 ഇഞ്ച് മാറ്റി ഇങ്ങോട്ടൊരു പോയിന്റ് കൊടുത്തിട്ട് ഈ മുകളിൽ നിന്ന് നമ്മൾ ഈ പോയിന്റിലൂടെ കറക്റ്റ് ഒരു ലൈൻ വരച്ചു. എന്നിട്ട് ഇത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് അതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇവിടെ നിന്ന് നമ്മൾ 1.5 എടുത്തു, ഇവിടെ നിന്ന് മുമ്പേ 1.5 എടുത്തത്, ഇവിടുന്ന് 1.5 എടുത്തു. എന്നിട്ട് ആ പോയിന്റും ഈ മിഡ് പോയിന്റും ഇവിടെ കൂടെ ചേർത്ത് വരച്ചു. ഇതൊന്നുമില്ലേലും ഒരു 1/2 ഇഞ്ച് അകത്തോട്ട് ഇറക്കിയെടുത്ത് കളഞ്ഞാലും മതി. ഞാൻ സാധാരണ അങ്ങനെയാണ് കളയുന്നത്. ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി ചെയ്തതേ ഉള്ളൂ. നമുക്കിനി ഇവിടുന്ന് കട്ട് ചെയ്ത് തുടങ്ങരുത്. ഇവിടെ നിന്ന് ഒരു ഇഞ്ചോളം വിട്ടിട്ടാണ് നമ്മളതിനെ കട്ട് ചെയ്ത് കളയുന്നത്. ഇത്രയും നമ്മൾ ശരിക്കും കളഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക്, അതുപോലെ ഇവിടെ ഒരു കുഞ്ഞു കാര്യമുണ്ട്, ഇതിങ്ങനെ നേരെ നിൽക്കണം നിർബന്ധമില്ല. ഇവിടെ നമുക്കൊരു 1/4 ഇഞ്ച് ഇങ്ങനെ എടുത്ത് കളയാം. അത് സ്ലീവ് വെട്ടുമ്പോഴും വരും. അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണേ, അല്ലെങ്കിൽ നിങ്ങൾ മടുത്ത് കാണും, നിങ്ങൾ എന്നെ വെറുക്കും അല്ലെങ്കിൽ. അതുകൊണ്ട് ഞാനിവിടെ നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. ബാക്കി സ്ലീവും മറ്റു കാര്യങ്ങളും നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരാം. ദയവ് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇത് ആവശ്യമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ എന്നിട്ട് സാലി റോസ് ചാനലിൻ്റെ നേരെ കിടക്കുന്ന അവിടെ ഒരു ഓൾ എന്ന് ഒരു ബെല്ലൈക്കൺ കാണും. അവിടെ ആ ബെല്ലൈക്കണെ തൊടുമ്പോൾ ഓൾ എന്ന് ALL എന്നൊരു ഇതുണ്ട്, അതിലൂടെ തൊട്ടാൽ ഉറപ്പായിട്ടും ഞാനിടുന്ന അടുത്ത വീഡിയോ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പം നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് പറയുക, എനിക്കത് തയ്ച്ചു തരണേ, ഇത് തയ്ച്ചു തരണേ, ഇതിനകത്ത് പറയല്ലേ. നിങ്ങൾ പറയുന്ന എല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ നല്ല കമൻറ്റാണ് എന്നെ വീണ്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. നിങ്ങളുടെ നല്ല കമൻറ്റാണ് കേട്ടോ, അല്ല ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷേ നമുക്ക് അനവസരത്തിലുള്ള കമൻറ്റുകൾ ഒഴിവാക്കി ഇതുമായി ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.